എന്റെ കെട്ടിയോൾ ഇന്നലെ പറഞ്ഞിട്ട് നമുക്ക് നാളെ ചിക്കൻ പൊരിച്ച് ബിരിയാൻ വെക്കണോന്ന്. അത് ചെറിയൊരു ആഗ്രഹമല്ലേ, അത് അങ്ങോട്ട് തീർത്ത് കൊടുക്കാന്ന് വിചാരിച്ച് ഞാൻ രാവിലെ പോയി ചിക്കനും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നതാട്ടോ. ആദ്യം തന്നെ ചിക്കൻ നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ചെറിയ രീതിയിലൊന്ന് മസാല പുരട്ടി വെച്ച്, എന്നിട്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 സവാള എടുത്ത് കുനുകുനാന്ന് കട്ട് ചെയ്തെടുത്ത്, കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുത്ത്, എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് 2 തക്കാളി എടുത്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത്, എരിവിന് പാകത്തിലുള്ള പച്ചമുളക് എടുത്ത് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുത്ത്, ഇനി ബിരിയാണിക്കുള്ള മസാലപ്പൊടി ഉണ്ടാക്കുക കേട്ടോ. എല്ലാ സ്പൈസസും കറക്റ്റ് അളവിൽ പാക്കറ്റ് ആക്കി വെച്ചത് നാട്ടിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ. ആ പാക്കറ്റ് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് നമ്മുടേതായ രീതിയിൽ ഒന്ന് സെറ്റ് ആക്കി എടുത്തതിനു ശേഷം അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുത്ത്, എന്നിട്ട് ചെറിയ ചൂടോട് കൂടി മിക്സിന്റെ ജാറിലിട്ട് പൊടിച്ചെടുത്തപ്പോൾ അടിപൊളി സ്മെല്ലോട് കൂടിയുള്ള ബിരിയാണി മസാലപ്പൊടി സെറ്റായി വന്നിക്കും കേട്ടോ. അപ്പോഴേക്കും ഓള് ബിരിയാണിക്ക് ദമ്മിടാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും കറിവേപ്പിലേക്ക് പൊരിച്ചെടുത്തേക്കണ്. അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ചെമ്പിലേക്ക് വെളിച്ചെണ്ണ വെച്ച് സവാള അതിലേക്ക് ഇട്ട് പാകത്തിലുള്ള ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് അതിന്റെ സ്മെല്ല് പൂവളും വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ പൊടിച്ചു വെച്ച മസാലപ്പൊടി 1.5 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് പുതിന, 1.5 ടീസ്പൂൺ തൈര്, കുറച്ച് നാരങ്ങനീര്, എന്നിട്ട് തക്കാളിയുടെയും അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ അവിടെ മൂടി വെക്കുക. തക്കാളി ഒന്ന് ഒടിഞ്ഞ് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കാം. കുക്കറിലേക്ക് പാകത്തിലുള്ള വെളിച്ചെണ്ണ വെച്ച് കുറച്ച് സ്പൈസസ് ഇട്ട് കുറച്ച് സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 3 ഗ്ലാസ് ആയിരിക്കും 3.5 ഗ്ലാസ് വെള്ളാട്ടോ ഞാൻ എടുക്കുന്നത്. പാകത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി വെള്ളം തളിച്ച് വരട്ടെ. മസാല ചെമ്പിന്റെ മൂടി തുറന്നപ്പോൾ തക്കാളിയൊക്കെ ഒടിഞ്ഞു വന്ന് സെറ്റായി വന്നിക്കണ്. പൊരിച്ചു വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി അവിടെ മൂടി വെച്ച് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കൂടി വെന്ത് വരട്ടെ. അപ്പോഴേക്കും നെയ്ച്ചോറിനുള്ള വെള്ളം തളിച്ച് വന്നിക്കണ്. കുറച്ച് നാരങ്ങനീരും അതിലേക്ക് പിഴിഞ്ഞ് കഴുകി വെച്ച കൈമാ റൈസും അതിലേക്ക് ഇട്ട് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടുപ്പിച്ചെടുക്കുക. എന്നിട്ട് ആവിയൊക്കെ പോക്കിയതിനു ശേഷം മൂടി തുറക്കുക. എന്നിട്ട് നെയ്ച്ചോറിന്റെ പകുതി മസാലയൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം പൊരിച്ചു വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള നെയ്ച്ചോറിട്ട് അതിന്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ പൊരിച്ചിട്ട് അവസാനം കുറച്ച് നെയ്യും ഒഴിച്ച് മൂടി വെച്ച് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ആവി കയറ്റിയിട്ട് അവിടെ ദമ്മിൽ വെക്കുക. അവസാനം ദമ്മൊക്കെ പൊട്ടിച്ച് റൈസ് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് നമുക്കൊരു ഗസ്റ്റിന് ഇട്ടോ, എന്റെ പെങ്ങളെ മോനാട്ടോ. മോന് ബിരിയാണിയൊക്കെ വിളമ്പി കൊടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചിട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ മോളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. കാറിൽ കയറി നേരെ പോയത് അബുഅമൂറിലെ ഒരു പർദ്ദന്റെ ഷോപ്പിലേക്കാട്ടോ. ഓക്കെ അവിടുന്ന് പർദ്ദയൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങി ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങി. എന്നിട്ട് ഒരു റെസ്റ്റോറന്റിൽ കയറിയിട്ട് മോക്ക് നല്ല അവക്കാഡോ ജ്യൂസും സാൻഡ്വിച്ചും ഒക്കെ വാങ്ങിക്കൊടുത്ത് അവിടുന്ന് ഞങ്ങൾ പോയത് കോർണീഷിലെ മിയ പാർക്കിലേക്കാട്ടോ. അവിടെ പോയപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ ഒരു അടിപൊളി പാർക്ക് തന്നെ അവർ സെറ്റ് ആക്കി വെച്ചിരിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ മോക്കുണ്ടായ ഒരു സന്തോഷം അത് കാണാൻ തന്നെ ഒരു രസമായി കിട്ടോ. അങ്ങനെ മോളെ എല്ലാത്തിലും കയറ്റി കുറെ നേരം കളിപ്പിച്ചു. അപ്പോഴേക്കും സമയം രാത്രി 9 മണി ആയിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾക്ക് റയ്യാനൊരു പാർട്ടി ഉണ്ട്. ഞങ്ങൾ പാർക്കിൽ നിന്ന് നേരെ പോയത് അവിടേക്കാട്ടോ. അവിടെ എത്തിയപ്പോൾ നല്ല മട്ടൻ മന്തിയും ചിക്കൻ ബാർബിക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി. ഞങ്ങൾ എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് കഴിച്ചിട്ടോ. സൂപ്പർ.